നമസ്കാരം കേട്ടോ, ജയനാണ്. അപ്പോൾ താർ റോക്സിൻ്റെ ലോഞ്ച് ഇന്നലെ രാത്രിയിലും ഇന്നുമായിട്ട് കൊച്ചിയിൽ നടന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഇതിൻ്റെ മീഡിയ ഡ്രൈവും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പറഞ്ഞു, നിങ്ങളെല്ലാവരും തന്നെ വീഡിയോസ് പലതും കണ്ടുമാണ്. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വേരിയൻസിൽ വരുന്ന ഫീച്ചേഴ്സും അതുപോലെ തന്നെ എഞ്ചിൻ്റെ സ്പെക്കുകളും അതുപോലെ തന്നെ ഓരോ വേരിയൻസിലും ഇപ്പോൾ പുറത്ത് വിട്ടിരിക്കുന്ന പ്രൈസിൻ്റെ ഡീറ്റെയിൽസ് ആണ് കേട്ടോ. അതായത് ഓരോ വേരിയൻസിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്, ബേസ് വേരിയൻ്റ് തൊട്ട് ടോപ്പ് വരെയുള്ള വേരിയൻസിൽ ഫീച്ചേഴ്സ് ആണ് കേട്ടോ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചാനലിൽ ആദ്യമായിട്ട് വരുന്നതാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. അത് നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം കേട്ടോ. എന്തായാലും പുതിയ താർ റോക്സ് നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ പ്ലാറ്റ്ഫോമിലാട്ടെ, എം ഗ്ലൈഡ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത് സ്മൂത്ത് റൈഡിനും അതുപോലെ പ്രിസൈസ് ആയിട്ടുള്ള ഹാൻഡിലിംഗും ഒക്കെ ചെയ്യാൻ വേണ്ടിയുള്ളൊരു പുതിയ പ്ലാറ്റ്ഫോമാണെന്നാണ് മഹീന്ദ്ര പറയുന്നത്. അതുപോലെ തന്നെ വാട്സ് ലിങ്ക് എന്ന് പറയുന്ന സസ്പെൻഷൻ ആഡ് ചെയ്ത് വന്നിരിക്കുന്നത്, അതുപോലെ അഡ്വാൻസ് ആയിട്ടുള്ള ഷോക്ക് അബ്സോർബർ ആഡ് ചെയ്തിരിക്കുന്നത്. എഞ്ചിൻ്റെ കാര്യങ്ങളിലേക്ക്, എഞ്ചിൻ സൈഡുകളിലേക്ക് പോവുകയാണെങ്കിൽ 2 എഞ്ചിനാണ്, പെട്രോളും അതുപോലെ തന്നെ ഡീസൽ എഞ്ചിനാണ് വരുന്നത്. 2 ലിറ്ററിൻ്റെ TGDI പെട്രോൾ എം സ്റ്റാലിയൻ എഞ്ചിനാണ് വരുന്നത്. അത് 4x2 അല്ലെങ്കിൽ റെയർ വീൽ ഡ്രൈവിൽ വരുന്ന ഓപ്ഷൻ ഉള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ 2.2 ലിറ്ററിൻ്റെ എംഹോക്ക് ഡീസൽ എഞ്ചിൻ വരുന്നുണ്ട്. അത് റെയർ വീൽ ഡ്രൈവ്, അതായത് 4x2 അതുപോലെ തന്നെ 4x4 ഓപ്ഷനിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അത്രയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. എം സ്റ്റാലിയൻ എഞ്ചിന് 350 ന്യൂട്രൺ മീറ്റർ ടോർക്കും അതുപോലെ തന്നെ എംഹോക്ക് എഞ്ചിനായ ഡീസൽ എഞ്ചിന് 370 ന്യൂട്രൺ മീറ്റർ ടോർക്കുമാണ് നൽകുന്നത്. 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനും 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുമാണ് വരുന്നത് കേട്ടോ. 35+ സ്റ്റാൻഡേർഡ് സേഫ്റ്റി ഫീച്ചേഴ്സും അതുപോലെ തന്നെ ലെവൽ 2 അഡാസും ഒക്കെ ആഡ് ചെയ്താണ് വന്നിരിക്കുന്നത്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളല്ല, ടോപ്പ് എൻഡിലേക്കാണ് ഇതെല്ലാം വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ വീൽ ബേസ് എന്ന് പറയുമ്പോഴത്തേക്ക് 2850 mm ആണ് വരുന്നത്. 644 ലിറ്ററാണ് ബൂട്ട് സ്പേസ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പനോരമിക് സൺറൂഫ്, പനോരമിക് സ്കൈ റൂഫ് എന്നാട്ടോ മഹീന്ദ്രനെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഹർമൻ കാർഡൻ്റെ 9 സ്പീക്കറിൻ്റെ സിസ്റ്റം, അതായത് ബേസ് വേരിയൻറ്റിൽ 4 സ്പീക്കറൊക്കെയാണ് വരുന്നത്. നമ്മൾ ബേസ് വരെയുള്ള കാര്യങ്ങൾ പറയാൻ കേട്ടോ, അപ്പോൾ കോമൺ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ പറയുന്നുള്ളൂ. അതുപോലെ തന്നെ 26.03 2 ടച്ച് സ്ക്രീനുകൾ വരുന്നു. ഇൻഫോർടൈൻമെൻറ്റ് 2 സ്ക്രീനുകൾ വരുന്നുണ്ട്. ഇൻഫോർടൈൻമെൻറ്റ് ആണെങ്കിലും ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ആണെങ്കിലും 10.4 ഇഞ്ചിനാണ് വരുന്നത്. അത് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ 80+ ഫീച്ചേഴ്സ് വരുന്ന അഡ്രനോക്സിൻ്റെ ആപ്പും അങ്ങനെയുള്ള വെന്റിലേറ്റഡ് പവേർഡ് ആയിട്ടുള്ള സീറ്റുകളും ഫ്രണ്ട് സീറ്റുകൾ, അതുപോലെ തന്നെ 360° സറൗണ്ട് ക്യാമറ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആഡ് ചെയ്താണ് ഫീച്ചേഴ്സ് വന്നിരിക്കുന്നത്. നമുക്ക് എന്തായാലും വേരിയൻസ് ഏതൊക്കെയാണ് നോക്കാം കേട്ടോ. ആദ്യമായിട്ട് വരുന്നത് MX1 എന്ന് പറയുന്ന വേരിയൻറ്റ്, അതുപോലെ തന്നെ MX3 ഒരു വേരിയൻറ്റ് വരുന്നുണ്ട്. നെക്സ്റ്റ് വരുന്ന AX3L എന്ന് പറയുന്ന വേരിയൻറ്റ്, അതിന് മുകളിലാണ് MX5 എന്ന് പറയുന്ന ഒരു മിഡ് വേരിയൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. എനിക്ക് തോന്നുന്നു ആ ഒരു മിഡ് വേരിയൻറ്റ് MX5 വേരിയൻ്റ് ആയിരിക്കും കൂടുതലും, എല്ലാം തന്നെ ആവശ്യത്തിനുള്ള ഫീച്ചേഴ്സ് എല്ലാം ഉൾപ്പെടുത്തിയൊരു വേരിയൻ്റ് ആണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ AX5L എന്ന് പറയുന്ന ഒരു വേരിയൻറ്റ് വരുന്നുണ്ട്. AX7L എന്ന് പറയുന്ന വേരിയൻറ്റ് വരുന്നുണ്ട്. ഇത്രയും വേരിയൻസിലായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് നോക്കാം എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് എന്നുള്ള കാര്യം. അപ്പോൾ MX1 എന്ന് പറയുന്ന ബേസ് വേരിയൻറ്റ് നമുക്ക് നോക്കാം. മഹീന്ദ്ര പറഞ്ഞിരിക്കുന്ന ബേസ് വേരിയൻറ്റ് ബട്ട് നോട്ട് ബേസിക് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതായത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബേസ് വേരിയൻറ്റിൽ. LED പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് വരുന്നത് നമ്മൾ കണ്ടിരുന്നു. ആ C-ഷേപ്പ് DRലോടുകൂടി ആ പ്രൊജക്ടർ പുതിയ ഹെഡ് ലാമ്പ് വരുന്നത്. അതുപോലെ തന്നെ LED ടെയിൽ ലാംപ്സ് വരുന്നുണ്ട്. 18 ഇഞ്ച് സ്റ്റീൽ വീലുകളാണ് വരുന്നത്. അതുപോലെ തന്നെ 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട്. അതുപോലെ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം ESP വിത്ത് BLD, അതായത് ബ്രേക്ക് ലോക്കിംഗ് ഡിഫറൻഷ്യൽ ഒരു ഓപ്ഷനോടുകൂടിയാണ് വരുന്നത്. അതുപോലെ സീറ്റ് ബെൽറ്റ് റിമൈൻഡർ വരുന്നുണ്ട് എല്ലാ പാസഞ്ചേഴ്സിനും ഉള്ള. അതുപോലെ 3 പോയിന്റ് സീറ്റ് ബെൽറ്റ് എല്ലാ പാസഞ്ചേഴ്സിനും വരുന്നുണ്ട്. ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് വരുന്നുണ്ട്. 10.4 ഇഞ്ചിൻ്റെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. അതും ബേസിക് ആയിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഇലക്ട്രിക് ആയിട്ടുള്ള പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്. എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് വരുന്നത്, അതായത് പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ് വരുന്നത്. സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ടയർ ഡയറക്ഷൻ മോണിറ്ററിംഗ് സിസ്റ്റം വരുന്നുണ്ട്. അതുപോലെ വാട്സ് ലിങ്ക് സസ്പെൻഷൻ എന്ന് പറഞ്ഞിട്ട് സസ്പെൻഷനിൽ ഒരു പുതിയ ഒരു ഫീച്ചർ കൂടി അവർ ആഡ് ചെയ്തിരിക്കുന്നത്, വാട്സ് ലിങ്ക് സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ 60-40 സ്പ്ലിറ്റ് ആയിട്ടുള്ള റെയർ സീറ്റുകൾ വരുന്നുണ്ട്. റെയർ AC വെന്റുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ പ്രീമിയം എംബോസ്ഡ് ആയിട്ടുള്ള ഫാബ്രിക് അപ്പോൾസ്റ്ററി വരുന്നു. അതുപോലെ തന്നെ ഫ്രണ്ടിലെ ആംറസ്റ്റ് സ്ലൈഡിംഗ് ടൈപ്പാണ് വരുന്നത്. അതുപോലെ തന്നെ ഡ്രൈവർ സീറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ്. അതുപോലെ തന്നെ അനലോഗ് ഡയൽസ് വിത്ത് MID ക്ലസ്റ്ററാണ് വരുന്നത്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വരുമ്പോഴത്തേക്കും അത് 10.4 ഇഞ്ചിൻ്റെ അനലോഗാണ് വരുന്നത്, ഡിജിറ്റൽ അല്ല വരുന്നത് കേട്ടോ. 4 സ്പീക്കറാണ് വരുന്നത്. നമുക്ക് ടോപ്പ് എൻഡിലേക്ക് വരുമ്പോഴത്തേക്കും 9 സ്പീക്കറിൻ്റെ ആ ഒരു ഓപ്ഷൻ വരുന്നുള്ളൂ. അതുപോലെ തന്നെ പവർ വിൻഡോ വരുന്നുണ്ട്, ഫ്രണ്ടിലും റെയറിലും വരുന്നുണ്ട്. അതുപോലെ 12 വാട്ടിൻ്റെ സോക്കറ്റ് വരുന്നുണ്ട്. റെയറിൽ USB C പോർട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ റിമോട്ട് സെൻട്രൽ ലോക്കിംഗ് വരുന്നു. ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സീറ്റ് ബെൽറ്റ്സ് വരുന്നുണ്ട്. ഫ്രണ്ടിലെ തൊട്ടോ ബാക്കിലേക്ക് വരുന്നില്ല. അത് Aയും Bയും പില്ലറിലെ എൻട്രി അസിസ്റ്റ്, അതല്ലെങ്കിൽ ഗ്രാബ് ഹാൻഡിൽ എന്ന് പറയാം. അതുപോലെ തന്നെ നമുക്ക് സൺഗ്ലാസ് ഹോൾഡർ വരുന്നുണ്ട്. LED ടേൺ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. അതുപോലെ ലീഡ് മീ ഫോളോ മീ ഹോം ഫംഗ്ഷൻ ഇൻ ഹെഡ് ലാംപ്സ്, അതായത് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഹെഡ് ലാംപ്സ് വരുന്നുണ്ട്. അടുത്ത വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ MX3 എന്ന് പറയുന്ന വേരിയൻ്റ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഈ പറയുന്ന MX1 കഴിഞ്ഞും കൂടുതലായിട്ട് MX3 എന്തൊക്കെയാണ് വരുന്നത് നോക്കാം നമുക്ക്. 10.4 ഇഞ്ചിൻ്റെ HD ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഇതിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ അങ്ങനെയുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. Gen 2 അഡ്വഞ്ചർ സ്റ്റാറ്റിക് 6 വരുന്നുണ്ട്. അതുപോലെ ഡ്രൈവ് മോഡ്സ്, സിപ്പ്, സൂം അങ്ങനെ 2 ഡ്രൈവ് മോഡ്സ് വരുന്നുണ്ട്. ടെറൈൻ സെലക്ടബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻസ് വരുന്നുണ്ട്. സ്നോ, സാൻഡ്,
മഡ് അങ്ങനെ ടെറൈൻ സെലക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്, ഓട്ടോ ഡിമ്മിങ് IRVM വരുന്നുണ്ട്, വയർലെസ് ചാർജർ വരുന്നുണ്ട്, റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്, റെയർ വൈപ്പർ ആൻഡ് വാഷ് വരുന്നുണ്ട്, ഇലക്ട്രിക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ORVM വരുന്നുണ്ട്, അതുപോലെ റെയറിൽ ആംബ്രസ്റ്റ് വിത്ത് കപ്പ് ഹോൾഡർ വരുന്നുണ്ട്, ഫ്രണ്ടിൽ USB പോർട്ട് 2 വരുന്നുണ്ട്, C ടൈപ്പ് 15 വാട്ടിൻ്റെ, അതുപോലെ തന്നെ A ടൈപ്പ് ഡേറ്റ പോർട്ട് ആ ടൈപ്പ് വരുന്നുണ്ട്, റെയറിൽ ഡീഫോഗർ വരുന്നുണ്ട്, റെയർ ഡ്രൈവർ പവർ വിൻഡോ 1 ടച്ച് ആണ് വരുന്നത്, അതുപോലെ തന്നെ സ്പെയർ വീൽ കവർ വരുന്നുണ്ട് കേട്ടോ ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കും. അടുത്ത തേർഡ് വേരിയന്റ് എന്ന് പറഞ്ഞാൽ AX3L എന്ന് പറയുന്ന വേരിയന്റ്, അതായത് MX3യുടെ തൊട്ട് മുകളിലുള്ളതാണ്. ഇതിലാണ് ലെവൽ 2 ADAS സ്റ്റാർട്ട് ചെയ്യുന്നു. അതുപോലെ ഇലക്ട്രിക് പാർക്ക് ബ്രേക്ക് വരുന്നുണ്ട്, അതുപോലെ ഓട്ടോ ഹോൾഡ് ഓപ്ഷൻ വരുന്നുണ്ട്. 2 HD ആയിട്ടുള്ള സ്ക്രീനുകളാണ് വരുന്നത്, ഇൻഫോർടൈൻമെന്റും ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും വരുന്നത് HD ആയിട്ടുള്ള സ്ക്രീനുകളാണ് വരുന്നത്. അതുപോലെ തന്നെ അഡ്രിനോക്സ് കണക്ട് വരുന്ന ഒരു ബിൽറ്റിൻ അലക്സ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. DTS സൗണ്ട് സ്റ്റേജിങ് വരുന്നുണ്ട്, വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ടെമ്പറേച്ചർ കൺട്രോൾ വരുന്നുണ്ട്, അതായത് ഫുള്ളി ഓട്ടോമാറ്റിക് ഉള്ള AC വരുന്നു. അതുപോലെ ഫ്രണ്ടിലെ USB പോർട്ട് C ടൈപ്പും അതുപോലെ തന്നെ A ടൈപ്പും വരുന്നുണ്ട്. അക്കോസ്റ്റിക് വിൻഷീൽഡ് വരുന്നുണ്ട്, അതുപോലെ ഓട്ടോ ഹെഡ് ലാമ്പ് വരുന്നുണ്ട്, ഓട്ടോ വൈപ്പർ വരുന്നുണ്ട്. ഇത്രയും ഓപ്ഷൻസ് ആണ് കേട്ടോ AX3L എക്സ്ട്രാ ആയിട്ട് വരുന്നത്. അടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് MX5 എന്ന് പറയുന്ന ഒരു വേരിയൻ്റ് ആണ്. മിഡ് വേരിയൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം, കാരണം അത്യാവശ്യം നല്ല എല്ലാ ഫീച്ചേഴ്സും ആവശ്യത്തിനുള്ള കേട്ടോ, ഓവറായിട്ടും ഇല്ലാതെ കുറവും ഇല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ഇതിലാണ് വരുന്നത്. സിംഗിൾ പെയിൻ സൺറൂഫാണ് ഇതിൽ വരുന്നത് കേട്ടോ, പനോരമിക് സൺറൂഫ് അല്ല. 18 ഇഞ്ച് ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ് വരുന്നത്, ബാക്കി എല്ലാത്തിനും സ്റ്റീൽ വീൽസ് ആയിരുന്നു വരുന്നത്. 18 ഇഞ്ചിൻ്റെ അലോയ് വീൽസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ MX5ലാണ് വരുന്നത്. അതുപോലെ തന്നെ ELD അതായത് ഇലക്ട്രിക് ലോക്കിംഗ് ഡിഫറൻഷ്യൽ 4x4 വേരിയൻസിൽ മാത്രമാണ് വരുന്നത്. അതുപോലെ അക്കോസ്റ്റിക് വിൻഷീൽഡ് വരുന്നുണ്ട്, LED ഡേ ടൈം റണ്ണിങ് ലാംപ്സ് വരുന്നുണ്ട്. ഇതിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു ഞാൻ തിരിച്ചെടുക്കുന്നു, സോറി, അത് പെട്ടെന്ന് മാറിപ്പോയതാണ്. പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് ആണ് ബേസ് വേരിയൻസ് എല്ലാം വരുന്നത്. DRL ഇതിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അതുപോലെ തന്നെ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം വരുന്നുണ്ട്, ലെതറേറ്റ് ആയിട്ട് സീറ്റ്സ് വരുന്നുണ്ട്, ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് വരുന്നു, ഓട്ടോ ഹെഡ് ലാംപ്സ് വരുന്നുണ്ട്, ഓട്ടോ വൈപ്പർ വരുന്നുണ്ട്, അതുപോലെ ഫ്രണ്ടിൽ പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്, 2 ട്വീറ്റേഴ്സ് ആഡ് ചെയ്ത് വരുന്നുണ്ട് സ്പീക്കറിൻ്റെ കൂടെ ഇതിൽ കേട്ടോ. അതുപോലെ തന്നെ LED ആയിട്ടുള്ള ഫോഗ് ലാംപ്സ് ഫ്രണ്ടിൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഫുട്വെൽ ലൈറ്റിങ്ങും ഇതിന് വരുന്നുണ്ട് കേട്ടോ. അടുത്ത വേരിയന്റ് എന്ന് പറഞ്ഞാൽ AX5L ആണ് കേട്ടോ. അതിലേക്ക് ലെവൽ 2 ADAS വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രിക് പാർക്കിംഗ് ബ്രേക്ക് വിത്ത് ഓട്ടോ ഹോൾഡ് വരുന്നുണ്ട്, അതുപോലെ തന്നെ 2 ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണെങ്കിലും ഇൻഫോർടൈൻമെന്റ് ആണെങ്കിലും 14 ഇഞ്ചിന്റെ HD വരുന്നു, ഡിജിറ്റൽ ആയിട്ടുള്ള വരുന്നു. അതുപോലെ തന്നെ അഡ്രിനോക്സ് കണക്ട് വിത്ത് ബിൽറ്റിൻ അലക്സ വരുന്നുണ്ട്, അതുപോലെ DTS സൗണ്ട് സ്റ്റേജിങ് വരുന്നു. ക്രോൾ സ്മാർട്ട് എന്ന് പറയുന്ന ഒരു ഫീച്ചർ വരുന്നത് 4x4 ഓപ്ഷൻ മാത്രമാണ് വരുന്നത്. ഇന്റലിറ്റ് എന്ന് പറയുന്ന മറ്റൊരു ഫീച്ചർ വരുന്നു 4x4ലേക്ക് വരുമ്പോഴത്തേക്ക്. അതുപോലെ തന്നെ വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, അതുപോലെ തന്നെ വയർലെസ് ആപ്പിൾ കാർപ്ലേ വരുന്നുണ്ട്, ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ടെമ്പറേച്ചർ കൺട്രോൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ USB പോർട്ടിന്റെ 2 നമ്പർ വരുന്നുണ്ട്, C ടൈപ്പ് 65 വാട്ടിന്റെയും A ടൈപ്പ് ഡേറ്റ പോർട്ടും വരുന്നുണ്ട്. അടുത്ത ടോപ്പ് ആൻഡ് വേരിയന്റ് ആയിട്ട് AX7L ആണ് കേട്ടോ. അതിലേക്ക് വരുമ്പോൾ പനോരമിക് സൺറൂഫ് വരുന്നുണ്ട്, അതുപോലെ തന്നെ 19 ഇഞ്ചിന്റെ ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ് വരുന്നത്. ബാക്കി ഡയമണ്ട് കട്ട് അലോയ്സ് വരുന്നത് 18 ഇഞ്ചായിരുന്നു, സ്റ്റീൽ വീൽസ് ആണെങ്കിലും വരുന്നത് 18 ഇഞ്ചിന്റെ ആയിരുന്നു. ഇതിലേക്ക് വരുമ്പോഴത്തേക്കും 19 ഇഞ്ചിനാണ് വരുന്നത്. അതുപോലെ ലെവൽ 2 ADAS വരുന്നുണ്ട്, ഇൻഫോർടൈൻമെന്റ് ആണെങ്കിലും ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണെങ്കിലും ഡിജിറ്റൽ ക്ലസ്റ്റർ ആണെങ്കിലും വരുന്നത് 14 ഇഞ്ചിന്റെ തന്നെയാണ് വരുന്നത്. ഹാർമൻ കാർഡന്റെ 9 സ്പീക്കറോടുകൂടിയ സിസ്റ്റം വരുന്നു, അഡ്രിനോക്സ് കണക്റ്റിന്റെ ബിൽറ്റിൻ അലക്സ ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നു, ലെതർ റാപ്ഡ് ആയിട്ടുള്ള ഡോർ ട്രിംസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ 6-way പവർഡ് ആയിട്ട് ഡ്രൈവർ സീറ്റ് വരുന്നുണ്ട്. ഫ്രണ്ടിലെ സീറ്റുകൾ രണ്ടും വെന്റിലേറ്റഡ് ആണ് വരുന്നത്. അതുപോലെ തന്നെ സറൗണ്ട് വ്യൂ ക്യാമറ 360 ഡിഗ്രി ക്യാമറ വരുന്നുണ്ട്, പവർ ഫോൾഡ് ആയിട്ടുള്ള ORVM വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രിക് പാർക്ക് ബ്രേക്ക് വിത്ത് ഓട്ടോ ഹോൾഡ് വരുന്നുണ്ട്. ക്രോൾ സ്മാർട്ട് എന്ന് പറയുന്ന 4x4 വരുന്ന ഒരു ഫീച്ചർ വരുന്നുണ്ട്. ഇന്റലിറ്റ് എന്ന് പറയുന്ന ഒരു മറ്റൊരു ഫീച്ചർ 4x4 വേരിയൻസിൽ വരുന്നു. വയർലെസ് ആൻഡ്രോയിഡ് ആപ്പിൾ കാർപ്ലേ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ഫ്രണ്ടിലേക്ക് ക്യാമറ വരുന്നുണ്ട്, ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ടെമ്പറേച്ചർ കൺട്രോൾ വരുന്നുണ്ട്, കൂൾഡ് ഗ്ലൗ ബോക്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഫ്രണ്ടിൽ USB പോർട്ട് 2 വരുന്നുണ്ട്, C ടൈപ്പ് 65 വാട്ടും A ടൈപ്പ് ഡേറ്റ പോർട്ടും അങ്ങനെ 2 കാര്യങ്ങൾ വരുന്നുണ്ട്. ബാക്കി നമ്മൾ ഈ കളറുകൾ കണ്ടു നോക്കിക്കൊണ്ടിരിക്കുന്നത്, നമ്മൾ ഇത്രയും കളറുകളാണ് വരുന്നത്. ഇനി നമുക്ക് കളർ ഓപ്ഷൻസ് നോക്കട്ടെ. 7ഓളം കളറുകളാണ് വരുന്നത്. കാര്യം റെഡും ഗ്രീനും ബ്ലാക്കും ബ്ലൂ ഒക്കെ ആണെങ്കിൽ ഓരോന്നിനും ഓരോ കളറുണ്ട്. ബ്ലാക്ക് എന്ന് പറയുന്നത് പറഞ്ഞാൽ സ്റ്റെൽത്ത് ബ്ലാക്ക് എന്നാണ് കേട്ടോ പേര്. അതുപോലെ തന്നെ രണ്ടാമത്തെ കളർ എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് ഗ്രീൻ ആണ് വരുന്നത്. മൂന്നാമത്തെന്ന് പറഞ്ഞാൽ ബേൺഡ് സിയന്ന എന്ന് പറയുന്ന കളറാണ്, അതായത് ചോക്ലേറ്റ് കളർ വരുന്നത് കേട്ടോ. അത് നാലാമത്തെന്ന് പറഞ്ഞാൽ നെബുല ബ്ലൂ ആണ് വരുന്നത്. അതുപോലെ അഞ്ചാമത്തെ കളർ ടാങ്കോ റെഡ് എന്ന് പറയുന്ന കളറാണ്, റെഡിഷ് കളറാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ. അതുപോലെ തന്നെ ആറാമത്തെ വേരിയന്റ് എന്ന് പറഞ്ഞാൽ ബാറ്റിൽ ഷിപ്പ് ഗ്രേ എന്ന് പറയുന്ന ഒരു കളർ. അതുപോലെ തന്നെ ലാസ്റ്റ് എവറസ്റ്റ് വൈറ്റ് എന്ന് പറയുന്ന കളറാണ്. എല്ലാത്തിനും ബ്ലാക്ക് ടോപ്പോടുകൂടിയാണ് വരുന്നത് കേട്ടോ. ഇനി നമുക്ക് പ്രൈസിന്റെ കാര്യങ്ങൾ നോക്കാം. MX1 വേരിയന്റിലേക്ക് വരുമ്പോഴത്തേക്കും പെട്രോളിന്റെ മാനുവൽ ട്രാൻസ്മിഷൻ വരുമ്പോഴത്തേക്കും 12.99 ലക്ഷമാണ് വരുന്നത്. ഡീസൽ മാനുവൽ ട്രാൻസ്മിഷൻ വരുമ്പോഴത്തേക്കും 13.99 ലക്ഷമാണ് കേട്ടോ വരുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് വേരിയന്റ് എന്ന് പറഞ്ഞാൽ MX3 ആണ് വരുന്നത്. അതിലേക്ക് വരുമ്പോഴത്തേക്കും പെട്രോൾ ഓട്ടോമാറ്റിക് വരുമ്പോൾ 14.99, ഡീസൽ മാനുവൽ വരുമ്പോഴത്തേക്കും 15.99 ആണ് കേട്ടോ വരുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ AX3L എന്ന് പറയുന്ന വേരിയന്റ് ആട്ടോ. അതിലേക്ക് വരുമ്പോഴത്തേക്കും ഡീസൽ മാനുവലിൽ വരുമ്പോഴത്തേക്കും 16.99 ലക്ഷമാണ് വരുന്നത്. ഒറ്റ വേരിയന്റ് വരുന്നത്, ഡീസൽ മാത്രമാണ് വരുന്നുള്ളൂ. അടുത്ത വേരിയന്റ് എന്ന് പറയുമ്പോൾ MX5 ആണ് വരുന്നത് കേട്ടോ. MX5 വരുന്ന ഡീസൽ മാനുവൽ ട്രാൻസ്മിഷൻ വരുമ്പോഴത്തേക്കും അതിന് 16.99 ലക്ഷമാണ് കേട്ടോ വരുന്നത്.
അടുത്ത വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ AX5L ആണ് വരുന്നത് കേട്ടോ. അതിൽ ഡീസലിൻ്റെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. 18.99 ലക്ഷമാണ് അതിന് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് വേരിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് AX7L അല്ലെങ്കിൽ ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണ് വരുന്നത്. അതിൽ ഡീസൽ മാനുവൽ ട്രാൻസ്മിഷൻ വരുമ്പോഴത്തേക്കും 18.9 ആണ് അതിനും വരുന്നത് കേട്ടോ. AX5L ആണെങ്കിലും AX7L ആണെങ്കിലും ഒരേ പ്രൈസാണ് വരുന്നത്. അതുപോലെ നമ്മൾ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പ്രൈസുകളെല്ലാം തന്നെ റെയർ വീൽ ഡ്രൈവിൻ്റെ അല്ലെങ്കിൽ 4x2 വേരിയൻസിൻ്റെ പ്രൈസുകളാണ് കേട്ടോ. 4x4ൻ്റെ പ്രൈസുകളൊന്നും അനൗൺസ് ചെയ്തിട്ടില്ല. 4x4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡീസലിന് മാത്രമാണ് വരുന്നത്. മാനുവലിലേക്ക് വരുമ്പോഴത്തേക്ക് MX5 എന്ന വേരിയൻറ്റും AX7L വേരിയൻറ്റും വരുന്നുണ്ട്. ഓട്ടോമാറ്റിക്കലി വരുമ്പോഴത്തേക്ക് AX5L AX7L വേരിയൻ്റാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ പുതിയ ഥാർ റോക്സിൻ്റെ ഫീച്ചർ ലിസ്റ്റും അതുപോലെ പ്രൈസ് ലിസ്റ്റും വന്ന കാര്യങ്ങൾ. 4x4ൻ്റെ ഒന്നിൻ്റെയും വില ഇതുവരെ വന്നിട്ടില്ല. പ്രൈസ് വരുന്നതനുസരിച്ച് നമ്മൾ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നമ്മുടെ ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യുക കേട്ടോ. ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക.